കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതും ജനങ്ങൾ വീടിനുള്ളിൽ തടവറയിൽ കഴിയുന്നത് പോലെ കഴിയേണ്ടി വന്നതും ഒട്ടനവധി ആളുകളെ വേണ്ടപ്പെട്ടവരെ ഒക്കെ തന്നെ നമുക്ക് നഷ്ടമായതും എവർക്കും അറിയാവുന്നതാണ്. എന്നാൽ കോവിഡിന് ശേഷം പലതരത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ചവർ, മറ്റ് അലർജികൾ ബാധിച്ചവർ, അങ്ങനെ പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഒക്കെ തന്നെ കേട്ടറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ജനങ്ങൾക്ക് തന്നെ ആകെ ഒരു വലിയ ഫ്രസ്ട്രേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സ്ട്രെസ്സിന് പകരമായി മറ്റുള്ളവരെ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ള വലിയ നടുക്കുന്ന റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം, കോവിഡാനന്തരം കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ഗാർഹിക അക്രമങ്ങളാണ് ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ചാണ് ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീധന പീഡന മരണനിരക്ക് ഉൾപ്പെടെ ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു വലിയ വർധനവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മാധ്യമം പുറത്തുവിട്ടതനുസരിച്ച് 2016 മുതൽ കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് 2016 3455 ഗാർഹിക പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ കോവിഡിന് ശേഷം ഇത് ഇരട്ടിയിലധികമായി ഉയർന്നിരിക്കുന്നു. 2020 2707 കേസുകൾ, 2021 ആയപ്പോൾ അത് 4997 കേസുകളിലേക്കും, 22 5019 2023 അത് 4710 എന്നീ കേസിലേക്കുമാണ് ഉയർന്നിരിക്കുന്നത്. എന്തായിരുന്നാലും കോവിഡ് കഴിഞ്ഞതിന് ശേഷമുണ്ടായ വലിയ വർധനവായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. 2020 8 സ്ത്രീധന പീഡന മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2021 9, 22 8, 23 8 എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള അതിക്രമങ്ങളാണ് വലിയ തോതിൽ വർദ്ധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആക്രമണങ്ങൾക്കെതിരെയും മോശം പ്രവർത്തികൾക്കെതിരെയും പ്രവർത്തിക്കുന്ന വി ദ വുമൺ ഓഫ് ഇന്ത്യ എന്ന സംഘടന സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഈ ഡേറ്റ പുറത്തുവിട്ടത്. ഗാർഹിക പീഡന നിരോധന നിയമം വളരെ സ്ട്രിക്റ്റായി തന്നെ നടപ്പിലാക്കണമെന്ന കർക്കശമായ ആവശ്യമാണ് ഹർജിക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ ഒരു തരത്തിൽ നമുക്കിതിനെ പിടിച്ചു കെട്ടാനോ ഇതിൻ്റെ ഭവിഷ്യത്തുകളെ മറച്ചു പിടിക്കാനോ സാധിക്കില്ല. പരാതിപ്പെട്ടവ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. പരാതിപ്പെടാത്തതും കണ്ണീര് കുടിക്കുന്നതും ഇത്രയും കാലത്തോളം കടിച്ചു പിടിച്ചു നിൽക്കുന്നവരുമായിട്ടുള്ള ഒട്ടനവധി ആളുകളാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ളത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഗാർഹിക ആക്രമണം തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. എന്തിനേറെ പറയുന്നു, നിയമസഭയിൽ പോലും സ്ത്രീ സൗഹൃദ അന്തരീക്ഷമാണ് നമുക്കുള്ളതെന്ന് പറയുന്നു. എന്നിട്ട് പോലും ഇതെന്തുകൊണ്ട് വർദ്ധിക്കുന്നു? 20 പോലീസ് ജില്ലകളും നേരിട്ടുള്ള ഗാർഹിക പ്രശ്നപരിഹാര സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമം നടപ്പിലാക്കാനുള്ള മാർഗരേഖ പോലീസ് ആസ്ഥാനത്ത് നിന്നും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുത്തിട്ടുമുണ്ട്.